സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു കാരണമുണ്ട്. അതായത് പണ്ട് ഏതാണ്ട് 2014-15 കാലഘട്ടങ്ങളിലാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് എനിക്ക് നേരെ ചൊവ്വേ കണ്ണാടിയല്ല, ക്യാമറ നോക്കി കാര്യം പറയാനൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. പക്ഷേ ഏതാണ്ട് 9 വർഷത്തോളം കഴിഞ്ഞ്. പക്ഷെ അന്ന് തൊട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുറേ നാൾ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യും. ഒരുവിധം 10,000-2,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോ എന്തെങ്കിലുമൊക്കെ പോകും. എന്നെ സംബന്ധിച്ച് ഞാനൊരു 19 വയസ്സ് തൊട്ടേ ജോലിക്ക് ഇവിടെ അടുത്ത കടകളിൽ ബേക്കറിയിലാണെങ്കിലൊക്കെ പോകും. ആ ടൈമിൽ പിന്നെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാനൊന്നും സമയം കിട്ടത്തില്ല. അതൊക്കെ വെച്ച് അങ്ങനെ ചാനൽ പോകും, പിന്നെ വേറെ ചാനൽ തുടങ്ങും. അതേപോലെ അങ്ങനെ പോയി അവസാനം ഇതിലായി 2,400 സബ്ബായി. മറ്റേ ലെവൻ്റെ കുറേ പിഴച്ച വീഡിയോ ഇട്ട് കുറച്ച് വ്യൂസ് കിട്ടി. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എൻ്റേതായ രീതിയിൽ ഉണ്ടായിട്ട് നിങ്ങളാരും വീഡിയോ കാണുന്നതോ ലൈക്ക് കിട്ടുന്നതോ സബ്സ്ക്രൈബേഴ്സ് കയറിയതോ ആണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു സിനിമാ നടനാകണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ അവിടെ അവന്മാരെ മറ്റേ സിനിമ ഫീൽഡിലുള്ളവരുടെ അടുത്തൊക്കെ പോയി ഇങ്ങനെ അഭിനയിച്ച് കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പാടാണ്. നമ്മളെ കൊണ്ട് പറ്റിയ പണിയല്ല എന്ന് സ്വയം മനസ്സിലായി. അങ്ങനെ അതിന് ഞാൻ പിന്നെ വീടിൻ്റെ വെളിയിലോട്ട് ഇറങ്ങാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാനും പറ്റത്തില്ല. ഞാനിങ്ങനെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കും. പാലുണ്ണിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വേണേൽ പറയാം, എന്ന് പറഞ്ഞാൽ അത്രയ്ക്കില്ല. ഓക്കെ, ചുമ്മാ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു. അപ്പം ശരിയെന്നാ, ഇങ്ങനൊക്കെയല്ലേ ഒരു ടൈം പാസ്. വീഡിയോസ് കാര്യങ്ങൾ കുറേ നാളിപ്പം കഴിഞ്ഞാലും എനിക്ക് എൻ്റെ തന്നെ വീഡിയോസുകൾ എടുത്ത് നോക്കിയിട്ട് ഒരു അന്ന് ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എന്തൊക്കെ മണ്ടത്തരം പറയുന്നു, എന്തൊക്കെ പൊട്ടത്തരങ്ങൾ പറയുന്നു. അതായത് പണ്ട് സിനിമയിലുള്ള സിനിമാ നടന്മാർ തന്നെ സിനിമാ നടന്മാരുടെ പഴയ വീഡിയോസ് റിയാക്ട് ചെയ്തിട്ട് അവർ തന്നെ ചിരിക്കുകയും അവരെ തന്നെ കളിയാക്കുകയോ ഊക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതേപോലൊക്കെ ഒരു കാലത്താവുമായിരിക്കും. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരാൾ പോലും കണ്ട് അവസാനം വരെ ഇരുന്നിട്ടുണ്ടാവാൻ ചാൻസ് 100-ൽ 0.11% പോലും ആൾക്കാർ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ.